Hello friends, welcome to Earnest Academy. നിങ്ങളെല്ലാവരും അറിഞ്ഞെന്ന് കരുതുന്നു PSC ചരിത്രപരമായ ഒരു നീക്കമായിട്ട് ഇതുവരെയുള്ള എല്ലാ എക്സാമുകളും ഒരുമിച്ച് നടത്തുന്നതിനായിട്ട് ഒരു ടെന്റേറ്റീവ് ഷെഡ്യൂൾ ഒക്കെ ഇട്ട് 6 സ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ച് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ എക്സാമുകളും നടത്തി തീർക്കുന്നതിനായിട്ട് ഒരു പ്ലാൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. നിങ്ങൾ എല്ലാവരും PDF കണ്ടു കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതിൽ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു റീസെന്റ് 5 years ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് വന്നിരുന്ന ഒരു എക്സാം ആയിരുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ. അത് വളരെ റീസെൻ്റ് ആയിട്ട് വന്ന എക്സാം ആണെങ്കിലും നമ്മൾ സ്ലോട്ട് നോക്കിയാൽ ഫസ്റ്റ് ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിൽ തന്നെ എക്സാം വന്നിട്ടുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൻ്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ്. നമുക്കൊരു കോമ്പറ്റീഷൻ അറിയണ്ടേ. 19,897 പേര് മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 20,000 പേര് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം നമ്മൾ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബിടെക് ഉള്ളവർ പ്രിപ്പയർ ചെയ്ത എക്സാം ഏതായിരുന്നു? വാട്ടർ അതോറിറ്റി ആയിരുന്നു അല്ലേ. 50,000 പേരായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അവിടെ നമ്മൾ സിവിലുകാരോടും കെമിക്കലുകാരും ഒക്കെ ഉള്ളിടത്ത് കോമ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ വരുമ്പോൾ കോമ്പറ്റീഷൻ വളരെ കുറവാണ് ഇതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. നമ്മളുടെ അതായത് സിവിലോ കെമിക്കലോ അങ്ങനെ വേറെ എക്സ്ട്രാ സ്ട്രീമുകളിലോട്ടൊന്നും തന്നെ നമുക്ക് പോകേണ്ടതായിട്ടില്ല. നമ്മളുടെ കോർ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ച് നമുക്ക് കയ്യിൽ ഒതുക്കാവുന്ന ഒരു എക്സാം തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ. അപ്പം നമ്മൾ ഇനി നമ്മളുടെ ഷെഡ്യൂൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിൽ 223ാമത്തെ ഷെഡ്യൂൾ നമ്പർ ആയിട്ട് വന്നേക്കുന്നതാണ് എക്സാം. ഇത് സെയിം സ്ലോട്ടിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് എക്സാമുകളുണ്ട്. 8 എക്സാമുകളാണ് ഈ ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിൽ മെക്കാനിക്കലുകാർക്കുള്ളത്. അത് ഏതൊക്കെയാണ്? AE ഇറിഗേഷൻ ഉണ്ട്, സീനിയർ ഡ്രില്ലർ ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്, ദെൻ പ്ലാന്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഉണ്ട്, ഡെപ്യൂട്ടി എഞ്ചിനീയർ മെക്കാനിക്കൽ ഉണ്ട്, ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 1 ഇറിഗേഷനും ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. ഇതിൽ നമ്മുടെ ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇറിഗേഷനും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും ഡിപ്ലോമയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് സീനിയർ ഡ്രില്ലർ AE ഇറിഗേഷൻ ഇവയൊക്കെ ബിടെക് ലെവലിലും അസിസ്റ്റന്റ് പ്രൊഫസർ MTech ലെവലിലും ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും നമ്മുടെ ഈ വർക്ക്ഷോപ്പ് ഇതെല്ലാം തന്നെ നമ്മളുടെ വേറെ ഒരു സ്ട്രീമുമായിട്ട് ബന്ധം വരുന്നില്ല. നമുക്ക് നമ്മളുടെ സ്ട്രീമിലെ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചു പോയാൽ ക്രാക്ക് ചെയ്യാവുന്ന എക്സാമുകൾ തന്നെയാണ്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ പ്രധാനപ്പെട്ട പോർഷൻസ് ഒക്കെ കോർ സബ്ജക്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചൊരു ബിടെക് ലെവലിലൂടെ ഉള്ള ഇപ്പോൾ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറുകളായാലും, കാരണം ഇപ്പോൾ എന്തായാലും റീസെന്റ് PSC എക്സാംസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡിപ്ലോമ ലെവൽ എന്ന് പറഞ്ഞാലും ബിടെക് ലെവലിന്റെ ഒരു ബേസിക്സിൽ നിന്ന് തന്നെ പഠിച്ചു പോയാലേ നമുക്ക് എക്സാം ശരിക്കും ക്രാക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറുകളും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇത്രയും എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്തവണ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ബിടെക് ഹോൾഡേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ഡിപ്ലോമ ഹോൾഡേഴ്സിന് 2 എക്സാം വരുന്നുണ്ട്. അവ രണ്ടും അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിനോടൊപ്പം ബിടെക് ഹോൾഡേഴ്സ് ഇത്രയും കൂടി ആലോചിക്കുക. ഇത് മാത്രമാണോ? അല്ല. നെക്സ്റ്റ് സ്ലോട്ടിൽ നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാം വരുന്നുണ്ട്, പോളിടെക്നിക് ലെക്ചറർ അല്ലേ. ശരിക്കും നമ്മളുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അത്രയും ഇല്ല എങ്കിലും കമ്പാരിറ്റീവ്ലി മെക്കാനിക്കലിന് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം തന്നെയാണ് പോളിടെക്നിക് ലെക്ചറർ. അപ്പോൾ അത് വരുന്നത് നെക്സ്റ്റ് സ്ലോട്ട് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലോട്ടാണ്. സോ ഈവൻ നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ എക്സാം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ബേസിക്സും മറ്റ് ബേസിക് സബ്ജക്റ്റുകളും നമ്മുടെ അതായത് അറിയാലോ ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് അങ്ങനെയുള്ള സിവിൽ എഞ്ചിനീയർ അങ്ങനെയുള്ള ബേസിക് സബ്ജക്റ്റുകളും മാത്സും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ലോട്ടിൽ വരുന്ന പോളിടെക്നിക് ലെക്ചർ എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് എന്താണ്, ഈ ഒരു 6 to 8 months നല്ലൊരു പ്രിപ്പറേഷനിൽ നല്ലൊരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എത്രയധികം എക്സാമുകളാണ് നിങ്ങൾക്ക് അറ്റ് എ ടൈം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ എക്സാമുകൾ ഒരുമിച്ച് വന്നത് നിങ്ങൾ ഒരിക്കലും ഒരു നെഗറ്റീവ് വൈബായിട്ട് കാണരുത് കേട്ടോ. ഇതൊരു അവസരമായിട്ട് കാണുക. നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ച് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ എക്സാമുകൾ പാസ്സാവാനും കൂടുതൽ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിക്കാനുമുള്ളൊരു അവസരമായിട്ട് തന്നെ ഇതിനെ കാണുക. പിന്നെ അറ്റ് എ ടൈം ഇത്രയും റാങ്ക് ലിസ്റ്റുകൾ ഒരുമിച്ച് വന്നാലുള്ള ഗുണം എന്താണ്?
പല റാങ്ക് ലിസ്റ്റുകളിലെയും സെയിം ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒരു ജോബല്ലേ പോകത്തുള്ളൂ. സോ NJDs, ഡിലീഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുവെ മെക്കാനിക്കൽ ലിസ്റ്റുകളിൽ വരാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തവണ ലിസ്റ്റുകളിൽ വരുന്നതിന് കാരണവും സോ കൂടുതൽ പേർക്ക് ജോലി കിട്ടുന്നതിനും കാരണമാവും. സോ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആരും തന്നെ പാഴാക്കാതിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ള കാര്യം, ഇനി നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടെക്സ്റ്റുകൾ റിഫർ ചെയ്യണം തുടങ്ങി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഫ്രീ വെബിനാർ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസും നമുക്ക് ഓൺഗോയിങ് ആണ്. അതിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന എക്സാം ആണെങ്കിലും നമ്മുടെ സ്ലോട്ടിൽ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിനേഷൻ അല്ലേ ഏറ്റവും കൂടുതൽ വേക്കൻസിയിൽ നമുക്ക് മെക്കാനിക്കലുകാരെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ ഒരു വേക്കൻസി ഇനി ഒരു എക്സാമിന് ഈ ഇടയ്ക്ക് ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഏണസ്റ്റ് അക്കാദമിയിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിന് കോച്ചിങ് ഓൺഗോയിങ് ആണ്. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് താഴെ കൊടുത്തേക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാകും. മറ്റൊരു PSC അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്